തുടക്കം തന്നെ ഒരു വ്യക്തിയെ കാണിക്കുന്നുണ്ട്. നമ്മളുടെ ഈ ഒരു കഥയില് ഹീറോന്റെ അനിയനായിരുന്നു അത്. അവൻ ഭയങ്കര നിഷ്കുവാണ്, ഒരു കാര്യത്തിലും ഇടപെടാത്ത ഒരു പാവ മനുഷ്യൻ. നമ്മളുടെ ഹീറോയിൻ ആണെങ്കിലോ ഒരു തയ്യൽക്കാരിയാണ്. പക്ഷെ ഹീറോ അത്ര പാവ മനുഷ്യനൊന്നും അല്ല, ഐ മീൻ വയലന്റ് ആണ്. അവൻ ഒരു കരാട്ട മാസ്റ്റർ ആണ്. തന്റെ അനിയൻ ഒരു മെഡിക്കൽ ഷോപ്പാണ് നടത്തിക്കൊണ്ട് വരുന്നത്. അനിയൻ രാവിലെ തന്നെ മെഡിക്കൽ ഷോപ്പിലേക്കുള്ള സ്റ്റോക്ക് എടുക്കാനായി ചേട്ടനോട് അനുവാദം ചോദിച്ചിട്ട് പോവാണ്. ഈ അനിയൻ ഇല്ലാത്ത സമയത്തെല്ലാം നമ്മുടെ ഹീറോ തന്നെയാണ് മെഡിക്കൽ ഷോപ്പ് നോക്കാറ്. ഇപ്പൊ ഹീറോന്റെ അടുത്തേക്ക് അവന്റെ മകളായിട്ടുള്ള നില ഓടി വന്നിട്ട് അവളെ വരുൺ എന്ന് പറഞ്ഞ പയ്യനെ അടിച്ചു എന്ന് അമ്മയോട് പരാതി പറയുന്നത് കേൾക്കുന്നുണ്ട്. എന്നാ ഒരു അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നത്, അപ്പൊ നിന്റെ കൈ എന്തെടുക്കായിരുന്നു, അവനെ തിരിച്ചടിക്കേണ്ടതാണ്. അത് കേട്ട പാതി കേൾക്കാത്ത പാതി നില വരുണിനെ അടിക്കാനായി അവന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. വരുണിനെ അവൾ അടിക്കുന്നുണ്ടെങ്കിലും അവനക്ക് അതൊന്നും തൊട്ട പോലെ പോലും തോന്നിയില്ല. അതുകൊണ്ട് തന്നെ അവനെ ഒരു ചവിട്ട് കൊടുക്കാണ് നിലക്ക്. അത് അവള് കരഞ്ഞുകൊണ്ട് അമ്മയോട് വന്ന് പറയുന്നുണ്ട്. അച്ഛൻ ആ സമയം അവളെ വിളിച്ചിട്ട്, എല്ലാ സമയവും നീ അച്ഛ അമ്മ അവൻ എന്നെ അടിച്ചു ഇവൻ എന്നെ അടിച്ചു എന്ന് പറഞ്ഞ് വരാനായിട്ട് പറ്റൂ, നീ നിന്നെ തന്നെ സ്ട്രോങ് ആക്കണമെന്ന്. അപ്പൊ അവൾ അച്ഛന്റെ കൂടെ കൂടി കരാട്ടെ പഠിക്കണമെന്ന് ആഗ്രഹം പറയുന്നുണ്ട്. അങ്ങനെ അവൾ അച്ഛന്റെ കരാട്ടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. ചിറ്റപ്പം വരുമ്പോ അവൾക്ക് ടെഡി ബിയറിനെ കൊണ്ടു കൊടുത്താൽ പോലെ ആ ടെഡി ബിയറിനെ വരെ ഇടിച്ച് അവള് പ്രാക്ടീസ് ചെയ്യാണ്. അവള് ടിവിയിൽ കാണുന്നത് മൊത്തം വയലൻസ് ആയിരുന്നു. സ്കൂളിലെ കുട്ടികൾക്കൊന്നും തുറക്കാൻ പറ്റാത്ത ഒരു ചോറ്റുപാത്രം വരെ അവളാണ് തുറന്നു കൊടുക്കാറ്. അങ്ങനെ അവളുടെ ആജന്മ ശത്രു ആയിട്ടുള്ള വരുണ പോലും അവൾ ഇടിച്ച് പഞ്ഞിക്കിടുന്നുണ്ട്. ഇടക്കിടക്ക് തന്റെ ചിറ്റപ്പന്റെ കടയിൽ നിലയും പോയി ഇരിക്കാറുണ്ട് കേട്ടോ. ഒരു ദിവസം ഒരു കൊച്ചിന്റെ അമ്മ കൊച്ചിനെയും വീട്ടിലേക്ക് വിളിച്ചോണ്ട് വന്ന് നിലയുടെ അമ്മയോട് കംപ്ലൈന്റ് പറയാണ് തന്റെ മകനെ അടിച്ചു എന്ന്. അതുകൊണ്ട് തന്നെ നിലയോട് പറഞ്ഞു ഉപദേശിച്ചു വിടുന്നുണ്ട്. പിറ്റേ ദിവസം ആ ഒരു പയ്യന്റെ അമ്മ വന്ന് പറയാണ്, അമ്മയോട് നീ പറഞ്ഞല്ലേടാന്ന് ചോദിച്ചിട്ടാണ് ഇപ്രാവശ്യം നില അടിച്ചതെന്ന്. അതുകൊണ്ട് തന്നെ അമ്മ അവളെ ഓടിപ്പിച്ചിട്ട് തല്ലാനായിട്ട് നോക്കുന്നുണ്ട്. ഒരു ദിവസം അങ്ങനെ കരാട്ടെ കോമ്പറ്റീഷനില് നില തോറ്റു പോവാണ്. അതിന്റെ വിഷമത്തിൽ അന്ന് അവള് ചോറും കഴിക്കുന്നില്ല, ഉറങ്ങുന്നുമില്ല. ഇത് കണ്ട അച്ഛൻ ഇനി മുതൽ നീ ഒരു കോമ്പറ്റീഷനിലും തോൽക്കില്ല എന്ന് പറയാണ്. അതിന്റെ റീസൺ എന്താന്ന് ചോദിക്കുമ്പോ ഈ അച്ഛനും ഇതുപോലെ തന്നെയായിരുന്നു. അച്ഛൻ മൊത്തം 34 ടൂർണമെന്റ്സിൽ പങ്കെടുത്തിട്ടുണ്ട്. ഒന്നില് മാത്രമാണ് അച്ഛൻ തോറ്റിട്ടുള്ളൂ. ആ ഒരെണ്ണത്തിൽ തോറ്റില്ലേ, അതിന്റെ ആ ഒരു അവനൊന്നും ഉറങ്ങിയിട്ട് പോലും ഇല്ലാന്ന് നിലയോട് പറയുന്നുണ്ട്. അതിനുശേഷം ഇതുവരെ അവന് ഒരു മാച്ചിലും തോറ്റിട്ടില്ല അത്രേ. അവൻ പറഞ്ഞ പോലെ തന്നെ പിന്നീട് നില ഒരു മാച്ചിലും തോറ്റിട്ടില്ല. അച്ഛന് കരാട്ടെ പഠിപ്പിച്ചു കൊടുത്തത് മുത്തശ്ശനാണെന്ന് ചിറ്റപ്പൻ നിലയോട് പറയുന്നുണ്ട്. നില വിചാരിക്കുന്നത് അച്ഛന്റെ അച്ഛനാണെന്നാണ്. പക്ഷെ ആക്ച്വലി എല്ലായിരുന്നു അമ്മയുടെ അച്ഛനാണ് നിലയുടെ അച്ഛന് കരാട്ടെ പഠിപ്പിച്ചു കൊടുത്തത്. പിന്നെ ഒരു മാച്ചില് അച്ഛൻ തോറ്റുപോയെന്ന് പറഞ്ഞിരുന്നല്ലോ, ആ ഒരു മാച്ച് തന്റെ അമ്മയുടെ കൂടെ ആയിരുന്നു എന്ന് ചിറ്റപ്പൻ പറഞ്ഞിട്ട് നില അറിയുന്നുണ്ട്. അതായത് അവളുടെ അമ്മയും ഒരു കരാട്ടക്കാരി തന്നെയാണ്. ചാരായം മാറ്റുന്ന കാര്യം ഒരാൾ പോലീസിനോട് പറഞ്ഞു കൊടുത്തു എന്നും പറഞ്ഞിട്ട് കുറച്ച് ഗുണ്ടകള് ആ ഒരാളുടെ മകനെ പിടിച്ച് ഇടിക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് നമ്മളുടെ ഹീറോ അവിടേക്ക് വന്നിട്ട് അവരെ എല്ലാവരെയും ഇടിച്ചിടാണ്. ഇത് കണ്ടിട്ട് നില അച്ഛനോട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ ആ ഒരു പയ്യനെ അറിയോ, എന്തിനാണ് അവരെ അടിച്ചതെന്ന്. പക്ഷെ ആർക്കൊക്കെ നമ്മളുടെ സഹായം വേണോ, അവരുടെ ഭാഗത്താണ് ന്യായം എന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ സഹായം ചെയ്യ തന്നെ വേണം. ഈ ഒരു അച്ഛന് ഒരു പെങ്ങൾ ഉണ്ടായിരുന്നു, ഒരു അനിയത്തിക്ക് ഇതുപോലെ എന്തോ ഒരു ആപത്ത് വന്ന സമയത്ത് ആരും ഇടപെടാതെ ഇരുന്നുകൊണ്ടാണ് ആ ഒരു അനിയത്തി മരിച്ചു പോയത് അത്രേ. ആ ഒരു അനിയത്തിയുടെ പേര് നില എന്നായിരുന്നു. അതുകൊണ്ടാണ് തന്റെ മകൾക്ക് അവൻ നില എന്ന് പേരിട്ടത്. ഇപ്പൊ ഒരു വയസ്സായ മുത്തശ്ശി ഒരു MLA വിളിച്ച് പരാതി പറയുന്നുണ്ട്. സുന്ദരൻ എന്ന് പറഞ്ഞ ആള് ഈ അമ്മയുടെ പേരിലുള്ള സ്വത്തിന്റെ കള്ളാധാരം ഉണ്ടാക്കിയിട്ട് മോളെ പിടിച്ചു വെച്ച് മോളെ വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ മെയിൻ ആധാരം കൊണ്ടു കൊടുക്കണം എന്ന് പറഞ്ഞേക്കാണെന്ന്. അതെന്തെങ്കിലും സംസാരിച്ച് ശരിയാക്കാൻ പറ്റുമെന്ന് MLAയോട് ആ ഒരു മുത്തശ്ശി വിളിച്ചു ചോദിക്കുകയാണ്. എന്നാൽ MLA പോലും സുന്ദരന്റെ ആളായിരുന്നു. അത് നിങ്ങൾ മിണ്ടാണ്ട് അവനക്ക് കൊടുത്തേക്ക് എന്നാണ് ആ ഒരു MLA പറയുന്നത്. മുത്തശ്ശിക്ക് വേറെ വഴിയില്ലാതെ സുന്ദരന് തന്നെ ആ ഒരു ആധാരം കൊടുക്കാമെന്ന് കരുതുന്നുണ്ട്. പക്ഷെ ഈ മുത്തശ്ശി സംസാരിക്കുന്നതെല്ലാം നമ്മളുടെ ഹീറോയിൻ ആയിട്ടുള്ള നില മുന്നിലിരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അവളുടെ അച്ഛൻ അവളെ പഠിപ്പിച്ചേക്കുന്ന എന്താ, പാവങ്ങളെ സഹായിക്കണം എന്നല്ലേ. അവള് സഹായിക്കാൻ തീരുമാനിക്കുന്നുണ്ട്. ഈ ഒരു അമ്മ ആധാരം കൊണ്ടുപോയി കൊടുക്കുന്ന സമയത്ത് അവൾ അവിടെയുള്ളവരെ എല്ലാവരെയും അടിച്ചിട്ട് കള്ളാധാരം പോലും അവളുടെ മുന്നിൽ വെച്ച് കീറി കളയുന്നുണ്ട്. പെണ്ണാണെന്ന് പറഞ്ഞിട്ട് അവര് വില കുറച്ച് കാണാണ് ചെയ്തത്. പക്ഷെ അടിച്ചിട്ടപ്പോ അവർക്ക് പെണ്ണിന്റെ ബലം എന്താന്ന് മനസ്സിലാവുന്നുണ്ട്. ഇതിൽ നമ്മളെ മെയിൻ വില്ലനാണ് വരുൺ ഇപ്പൊ മൈനിങ് ഒക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കീലക്കാട് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഇപ്പൊ വരുൺ മൈനിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ഉള്ള ആൾക്കാരെല്ലാവരും എങ്ങനെ കൊലപ്പെടല്ല എങ്ങനെ കാണാതാവാണ്. പക്ഷെ അവരുടെ ആ ഒരു സ്ഥലങ്ങളെല്ലാം പിന്നീട് വരുണിന്റെ പേരിലേക്ക് മാറുന്നുകൊണ്ട് അവിടെ മൈനിങ് നടക്കുന്നുണ്ട്. ഇതിലെ പിന്നിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാല് അവരെ എല്ലാവരെയും കൊന്നിട്ടതിന് ശേഷം അവരുടെ കൈ മുറിച്ച് ആധാരത്തിലൊക്കെ തമ്പ് വെച്ചിട്ടാണ് ഈ വരുൺ സ്ഥലങ്ങളെല്ലാം കൈക്കലാക്കുന്നത്. ഈ സംഭവങ്ങളെല്ലാം കാർത്തികേയ എന്ന് പറഞ്ഞ ഒരു സോഷ്യലിസ്റ്റ് മനസ്സിലാക്കുന്നുണ്ട്. ഈ കീലക്കാട് എന്ന് പറഞ്ഞ ഒരു കുന്നും കൂടി വരുണിന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു കുന്നില് മൈനിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ട് അവിടെ ഏരിയയിലുള്ള എല്ലാവരും മരിച്ചു പോകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഗവൺമെന്റിന്റെ സാങ്ഷൻ ഈ ഒരു പ്രൊജക്ടിന് കിട്ടില്ല. അതെങ്ങനെയെങ്കിലും വാങ്ങിക്കണമെന്ന് വരുൺ തീരുമാനിക്കുന്നുണ്ട്. കാരണം 7000 കോടിയുടെ പ്രൊജക്ട് ആയിരുന്നു അത്. ഹീറോയിൻ ആദ്യം തന്നെ ദോശ ഇട്ടിട്ട് മോൾക്ക് കൊടുത്തോണ്ട് അച്ഛന് ചെറിയ കുശുമ്പൊക്കെ ആവുന്നുണ്ട്. കുട്ടി ജനിക്കുന്നതിന് മുമ്പ് നമ്മളോടായിരുന്നു ഇഷ്ടം, കുട്ടി ജനിച്ചു കഴിഞ്ഞപ്പോ അതങ്ങ് മാറി എന്നൊക്കെ പറഞ്ഞിട്ട് നില ഇന്നാണ് ആദ്യമായിട്ട് ജോലിയിൽ ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഓഫീസിന്റെ ക്യാബ് തന്നെ ഉണ്ടായിരുന്നു. ആ ഒരു ക്യാബ് വഴിയാണ് അവള് ഓഫീസിലേക്ക് എത്തുന്നത്. അവിടുത്തെ
മാനേജർ അവൾ ഒരുമാതിരി നോക്കുന്നുണ്ടായിരുന്നു. അവൾ അങ്ങനെ അവള് ജോലിയിൽ കയറുന്നുണ്ട്. ഒഴിവ് സമയം കിട്ടുമ്പോൾ ചിറ്റപ്പന്റെ കൂടെ അയാളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവളുടെ കരാട്ടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ദിവസേന അവൾ അങ്ങനെ അവളുടെ ജോലിക്ക് പോകാണ്. ഒരു ദിവസം മാനേജർ പറഞ്ഞിട്ട് വേറൊരു പെൺകുട്ടി ഇരുന്നിരുന്ന സീറ്റിലേക്ക് അവളെ മാറ്റി ഇരുത്തുന്നുണ്ട്. മാനേജറുടെ റൂമിൽ നിന്ന് അവളെ കാണാൻ പറ്റുന്ന ദൂരത്തിലാണ് ഇപ്പൊ അവൾ ഇരിക്കുന്നത്. രാത്രി അന്ന് അവര് ക്യാബിൽ പോകുന്ന സമയത്ത് നിലയും വേറൊരാളും കൂടിയാണ് ഒരു ക്യാബിൽ പോകുന്നത്. അവര് നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് പോകുന്നതൊക്കെ. കരാട്ടയിലെ സ്റ്റുഡൻസ് എല്ലാം കൂടിയുണ്ട് അവിടെ ബാത്റൂമിന് വേണ്ടിയിട്ട് ഒരു കുഴിയെല്ലാം വെട്ടുന്നുണ്ടായിരുന്നു. ഒരു പോലീസുകാരൻ ഇപ്പൊ ഒരു ഗുണ്ടക്ക് വിളിച്ചിട്ട് എത്രയോ കിലോ കഞ്ചാവ് വേണമെന്ന് പറയാണ്. കാരണം അവര് പിടിച്ച കഞ്ചാവ് കാണാനില്ല അത്ര. ഇപ്പോഴത്തെ ഇൻസ്പെക്ടർ ആണെന്ന് വെച്ചാൽ കുറച്ച് മുരടനായിരുന്നു, സത്യസന്ധനായിട്ടുള്ള ആളാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും കുറച്ച് കഞ്ചാവ് ഒപ്പിച്ചു തരാനായിട്ട് ആ ഗുണ്ടയോട് ആ ഒരു പോലീസുകാരൻ പറയുന്നുണ്ട്. ഇപ്പോ ആ ഒരു ഇൻസ്പെക്ടർ അവിടേക്ക് വരാണ്. അയാള് ഫാമിലിയെ സ്നേഹിക്കുന്ന ഒരു നല്ല ഇൻസ്പെക്ടർ ആയിരുന്നു. ഒരു പെൺകുട്ടിയെ ശല്യം ചെയ്ത ഒരാളുടെ കൈ തല്ലി ഒടിക്കുന്നുണ്ട് അവൻ. ഇപ്പൊ ആ ഒരു ഗുണ്ടുണ്ടല്ലോ ജയിലിൽ നിന്ന് ഇപ്പൊ തന്നെ ഇറങ്ങിയിട്ടുള്ളൂ കേട്ടോ. അയാളുടെ വീട്ടിലേക്ക് പോയി ചോറിൽ ഉപ്പില്ല എന്ന് പറഞ്ഞ് വൈഫിനെ ചീത്ത പറഞ്ഞോണ്ടിരിക്കുകയാണ്. പൈസയും തരൂല, കുടുംബം നോക്കൂല, പിന്നെ നിങ്ങൾക്ക് ചോറിൽ ഉപ്പ് വേണല്ലേ എന്ന് ചോദിച്ച് ഭാര്യ ഒരു റെസ്പെക്ട് ഇല്ലാതെ സംസാരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവനക്കും പൈസ ഉണ്ടെങ്കിൽ മാത്രമേ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് നമ്മളോട് വാല്യൂ ഉണ്ടാവുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൃപാകരന്റെ ഗാങ്ങിൽ എന്നെയും കൂടി ചേർത്താൻ പറഞ്ഞ് ആർക്കും ഫോൺ ചെയ്ത് പറയുന്നുണ്ട്. നില ഒരു ദിവസം വർക്കിന് പോകുന്ന സമയത്ത് നിലയോട് അവിടുത്തെ ഒരു സ്റ്റാഫ് വന്നിട്ട് സീറ്റ് മാറി ഇരിക്കാനായിട്ട് പറയുന്നുണ്ട്. അവിടെ വേറൊരു പെൺകുട്ടിയായിരുന്നു ഇരുന്നിരുന്നത്, കായൽ. അവളെ മാറ്റിയിട്ടാണ് ഇപ്പൊ നിലയെ അവിടെ ഇരുത്തുന്നത്. അവളുടെ മുഖം ആകെ വാടിയിട്ടായിരുന്നു. സഹതാപത്തോടുകൂടി അവള് നിലയെ ഒന്ന് നോക്കുന്നുണ്ട്. നില അവിടെ ഇരുന്നതിന് ശേഷമാണ് മനസ്സിലാവുന്നത് ആ ഒരു മാനേജറുടെ റൂമിൽ നിന്ന് നോക്കിയ കാണുന്ന രൂപത്തിലാണ് ഇപ്പൊ നില ഇരിക്കുന്നത്. വരുൺ ഇപ്പൊ ഈ ഒരു കാര്യത്തെ പറ്റി മിനിസ്റ്ററോട് ചെന്ന് സംസാരിക്കുന്നുണ്ട്. 7000 കോടിയുടെ പ്രോജക്റ്റ് ആണ്, എങ്ങനെയെങ്കിലും ഓർഡർ കിട്ടണമെന്ന് പറയുന്നുണ്ട്. 1500 അടി കുഴിക്കാനാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷെ അത് കുഴിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവിടെ ഉരുൾപൊട്ടൽ വരും. അതുകൊണ്ട് ഗവൺമെന്റിന് ഡയറക്റ്റ് ആയിട്ട് ഇതിന്റെ സാങ്ഷൻ തരാനായിട്ട് പറ്റില്ല. പക്ഷെ 300 അടി കുഴിക്കാനുള്ള ആ ഒരു സാങ്ഷൻ തരാ, അത് നീ ചെയ്യ്, അപ്പോൾ തന്നെ വേറെ എന്തെങ്കിലും ചെയ്ത് ബാക്കി സാങ്ഷൻ ആക്കി തരാമെന്ന് മിനിസ്റ്റർ അവനോട് പറയുന്നുണ്ട്. പകരം മിനിസ്റ്റർക്ക് 1000 കോടി രൂപ ട്രസ്റ്റിന്റെ അക്കൗണ്ടിലേക്ക് വേണമെന്നും പറയാണ്. ഇപ്പൊ വരുണും അതിന് സമ്മതിക്കാണ്. കാരണം ഇതൊരു വലിയ പ്രൊജക്ട് ആയിരുന്നല്ലോ. വരുൺ അവന്റെ വലിയ വലിയ ഷെയർസ് എല്ലാം വിറ്റിട്ടാണ് ആ ഒരു 1000 കോടി ഒപ്പിക്കുന്നത്. 1000 കോടി ഒപ്പിച്ചാൽ മാത്രം പോരാ, അത് ബ്ലാക്ക് മണിയാണ്, വൈറ്റ് ആക്കിയിട്ട് വേണം മിനിസ്റ്ററുടെ ട്രസ്റ്റിക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ട് എബ്രഹാം എന്ന് പറഞ്ഞ ഒരാളെയാണ് വരുൺ ഏൽപ്പിക്കുന്നത് ആ ഒരു 1000 കോടി വൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കൃപാകരൻ എന്ന് പറഞ്ഞ ആളെ വിളിച്ചിട്ട് കാർത്തികേയൻ എന്ന് പറഞ്ഞ ഒരാള് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, അയാൾ അങ്ങ് തീർത്തേക്കാനായിട്ട് പറയുന്നുണ്ട്. എബ്രഹാം വന്നിട്ട് ഒരു വാട്ടറിന്റെ ക്യാനില് ആ ഒരു പൈസ എല്ലാം ആക്കി എങ്ങോട്ടോ കൊണ്ടുപോവാണ്. അതുപോലെ കാർത്തികേയന്റെ വീട്ടിൽ കയറിയിട്ട് അവിടെ ഉള്ളവരെ എല്ലാവരെയും അയാളുടെ പിഞ്ചു കുഞ്ഞിനെ അടക്കം അവർ കൊന്നു കളയുന്നുണ്ട്. കൊന്നു കളഞ്ഞതിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ അവര് ഡയറക്റ്റ് ചെന്ന് സറണ്ടർ ആവാണ്. തടകത്തിൽ നിന്ന് മണ്ണ് വാരനെന്ന് പറഞ്ഞ് കാർത്തികേയൻ പ്രശ്നം ഉണ്ടാക്കി അതിന്റെ ദേഷ്യത്തിലാണ് ഞങ്ങൾ അവരെ കൊന്നേ എന്ന് ഒരു നുണയും പറയുന്നുണ്ട്. ഈ സമയം എബ്രഹാം ആ ഒരു പൈസയെല്ലാം വൈറ്റ് ആക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. അവന്റെ കയ്യിൽ ഒരു 100 രൂപ നോട്ട് കൊടുത്ത് ഈ ഒരു 100 രൂപ നോട്ട് അവർ പറയുന്ന അഡ്രസ്സിൽ ദുബായിൽ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടെങ്കിൽ 1000 കോടി അവർ പറയുന്ന അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമെന്ന് ആ ഒരാൾ പറയുന്നുണ്ട്. ഇപ്പൊ എബ്രഹാമിന് ദുബായിൽ പോയി ഈ സീരിയൽ നമ്പർ ഉള്ള ആ ഒരു നോട്ട് അവിടെ എത്തിക്കണമായിരുന്നു. അവൻ അതിനുള്ള അറേഞ്ച്മെന്റ്സ് ആണ്. ഒരു ദിവസം ക്യാബിൽ പോകുന്ന സമയത്ത് ആ ഒരു മാനേജറും അവരുടെ കൂടെ കേടുന്നുണ്ട്. മുന്നിലുള്ള ആളെ ഇറങ്ങിപ്പോയതും മാനേജർ ആണെന്ന് വെച്ചാല് ആകെ 30,000 അല്ലേ നിനക്ക് സാലറി ഉള്ളൂ, സാലറി കൂട്ടാനുള്ള കാര്യമൊക്കെ ഞാൻ ചെയ്തോണ്ട് നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് നിലയെ ഒന്ന് തൊടുന്നുണ്ട്. അവൾക്ക് ദേഷ്യം വരാണ്. ക്യാബ് ഡ്രൈവറോട് വണ്ടി നിർത്താൻ പറയുന്നുണ്ട്. എന്നാ ഇവിടെ ഒറ്റയ്ക്ക് എങ്ങനെ മോളെ ഇറങ്ങി പോകുന്നതെന്ന് ക്യാബ് ഡ്രൈവർ ചോദിക്കുകയാണ്. എന്നാ എനിക്ക് ഇറങ്ങാനല്ല എന്ന് പറഞ്ഞ് മാനേജറെ നില നന്നായി അടിക്കുന്നുണ്ട്. മാനേജർ എന്നെ ഇപ്പൊ ഡോറ് തുറക്കാൻ പറഞ്ഞ് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ക്യാബ് ഡ്രൈവർ അത് കയ്യും കെട്ടി നോക്കിയിരിക്കുന്നുണ്ട്. നില അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഡോറ് തുറക്കാൻ പറഞ്ഞപ്പോ മാനേജർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാണ്. ഡ്രൈവർ ഇപ്പൊ മാനേജറോട് സാർ വരുന്നുണ്ടോ അതോ ഞങ്ങൾ പൊക്കോട്ടെ എന്ന് ചോദിക്കുമ്പോ അയാൾ പൊക്കോളാനായിട്ട് പറയാണ്. ഇപ്പൊ നിലയുടെ ചിറ്റപ്പൻ എന്തോ ഒരു കല്യാണത്തിന് വേണ്ടി നാട്ടിലേക്ക് പോകാണ്. കുറച്ചു ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളായിരുന്നു. നിലക്കൊരു കല്യാണാലോചന വന്നിട്ടുണ്ടെന്നും അവളോട് ഇനിയെങ്കിലും കുറച്ച് അടങ്ങി ഒതുങ്ങി ഇരിക്കാനായിട്ട് പറ, വെറുതെ ഇങ്ങനെ വഴക്കുണ്ടാക്കാനായിട്ട് നിങ്ങൾ മൂപ്പിച്ച് വിടല്ലേന്നെല്ലാം ഭാര്യ ഹീറോയിനോട് പറയുന്നുണ്ട്. നിലക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു കല്യാണം നടക്കുള്ളൂ എന്ന് ഹീറോയും പറയാണ്. അവളും അതിന് സമ്മതിക്കുന്നുണ്ട്. ഇപ്പൊ പാവ മാനേജർ നില നന്നായി അടിച്ചോണ്ട് തന്നെ അവന്റെ പരടി ഉളുക്കിയിട്ടുണ്ടായിരുന്നു. അവന്റെ ഫ്രണ്ട് വന്ന് പറയാണ്, നിങ്ങൾ നല്ല പോകുന്ന സമയത്ത് എല്ലാം കഴിഞ്ഞു, ഡാൻസിങ് കാറൊക്കെ ഞാൻ കണ്ടു, നടക്കട്ടെ നടക്കട്ടെ എന്ന് പറയുമ്പോ എന്താണ് യഥാർത്ഥത്തിൽ നടന്നതെന്ന് മാനേജർ പറയുന്നില്ല. നീയൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, എല്ലാം നടക്കുന്ന അവൻ പറഞ്ഞു വിടാണ്. പിറ്റേ ദിവസം രണ്ടുപേരും അവിടെ പരടി ഉളുക്കിയിരിക്കുന്നുണ്ട്. ഓഫീസിൽ എല്ലാവരും നില ഇവരെ രണ്ടുപേരെയും പെരുമാറിയ കാര്യം അറിഞ്ഞിട്ട് സൂപ്പർ
ആയിട്ടുണ്ടെന്ന് പറയാണ്. ആ കായൽ എന്ന് പറഞ്ഞ പെണ്ണും വന്ന് പറയുന്നുണ്ട്. ഒരു ദിവസം കുടിച്ച് വണ്ടി ഓടിച്ച ഒരു പയ്യനെ ഈ ഇൻസ്പെക്ടർ പിടിച്ചു വെക്കുന്നുണ്ട്. അവൻ ഒരുപാട് കെഞ്ചോണ്ട് തന്നെ അവനെ വിട്ടയക്കാണ്. പക്ഷെ ഒരു കാറ് വന്നത് പോകുന്ന വഴിക്ക് ഇവൻ കുടിച്ചോണ്ട് തന്നെ അവനക്ക് ലൈസൻസ് ഇല്ലാതെ വേറെ ഒരു കാറിന് വട്ടം വെച്ചതും ആ കാർ ട്രാൻസ്ഫോമറിൽ കൊണ്ടുപോയി അടിച്ച് ആക്സിഡന്റ് ആവുന്നുണ്ട്. അതിലുള്ള ആൾ ആ ഒരു എബ്രഹാം ആയിരുന്നു. അവനക്ക് ബോധമില്ലാത്തോണ്ട് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യാണ്. ഇതാന്ന് വെച്ചാൽ വരുൺ അറിയുന്നുണ്ട്. പോലീസുകാര് ഈ എബ്രഹാം ആരാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ വേഗം അവനെ ഹോസ്പിറ്റലിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് വരുൺ അവന്റെ കുറെ ഗുണ്ടകളെ അയക്കുന്നുണ്ട്. ഈ ഗുണ്ടകളെ കണ്ട് ഇൻസ്പെക്ടർ തോക്കെടുക്കുന്ന സമയം ഈ ഗുണ്ടകള് അവനൊന്നും ചെയ്യരുത് പ്ലീസ് എന്ന് പറയാണ്. ഇത് കണ്ട് വെപ്രാളപ്പെടുന്ന ആ ഗുണ്ടകളെ കണ്ടപ്പോ തന്നെ ഇൻസ്പെക്ടർക്ക് മനസ്സിലാവുന്നുണ്ട് അവനെ കൊല്ലാനായിട്ടല്ല അവനെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ടാണ് ഈ ഒരു ഗുണ്ടകൾ വന്നിരിക്കുന്നതെന്ന്. തോക്ക് ചൂണ്ടി അവനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്താണ്. അതിലൊരാള് പോലീസ് വെറുതെ പറയാൻ മാത്രമേ ഉള്ളൂ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുമ്പോ എബ്രഹാമിന്റെ കാലിലേക്ക് ആ ഇൻസ്പെക്ടറെ വെടിവെക്കുന്നുണ്ട്. ഇത് കണ്ട് പേടിച്ച് അവരെല്ലാവരും അവിടെ നിന്ന് പോകാണ്. ഇത്രയും ഗുണ്ടകള് ഒരേ ടൈമിൽ വരണമെന്നുണ്ടെങ്കിൽ ഇവൻ വലിയ ഒരാളാണ്, ഇവൻ ആരാണെന്ന് ഞാൻ അന്വേഷിച്ചിട്ട് വരാം, അതുവരെ ഇവിടെ ഞാൻ ഒരുപാട് പോലീസുകാരെ നിർത്താന്ന് പറഞ്ഞ ഇൻസ്പെക്ടർ എബ്രഹാമിന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. സുന്ദരൻ എന്ന് പറഞ്ഞ ആള് MLA വന്ന് പരാതി പറയാണ്. നിങ്ങളുടെ ഏരിയയിലുള്ള ഒരു പെൺകുട്ടിയാണ് എന്നെ വന്ന് അടിച്ചതെന്നൊക്കെ. അതുകൊണ്ട് ആ ഒരു MLA ഡയറക്റ്റ് ഹീറോയിന്റെ അമ്മയുടെ അടുത്ത് ചെന്നിട്ട് നിങ്ങളുടെ മകളെ നിലക്ക് നിർത്താനും ഇങ്ങനെ ഗുണ്ടകളൊക്കെ കയറി അടിച്ചിട്ടുണ്ടെങ്കിൽ അവര് വീട്ടിൽ വന്ന് പെരുമാറും, അതുകൊണ്ട് മോളോടൊന്ന് അടക്കത്തിലും ഒതുക്കത്തിലും നടക്കാനായിട്ട് പറയുന്നെല്ലാം പറയുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ ഹീറോയിനും വലിയ ദേഷ്യം വരാണ്. അവൾ കിടന്ന് ഒച്ച ഉണ്ടാക്കാണ് നിലയോട്. നിലക്കൊന്നും തന്നെ പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അവളുടെ അച്ഛൻ അവൾക്ക് 100% സപ്പോർട്ടായിരുന്നു. അച്ഛൻ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അമ്മ അച്ഛനെയും നല്ല വഴക്ക് പറയുന്നുണ്ട്. നിലയോട് ഇനി മുതല് ഒരു വഴക്കിനും പോകരുതെന്ന് അമ്മ ഉപദേശിക്കുന്നുണ്ട്. ഇൻസ്പെക്ടർക്ക് ഇപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് കോള് വരുന്നുണ്ട്. അവന് വലിയ ഷോക്ക് ആയിട്ടാണ് ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ എല്ലാ പോലീസുകാരും അവിടെ അടിച്ചു വീണ് കിടക്കാണ്. ആ എബ്രഹാമിനെയും കാണാനില്ല. ജീവനോട് ഇരിക്കുന്ന ഒരു പോലീസുകാരനോട് എത്ര പേര് വന്നു എന്ന് ചോദിക്കുമ്പോൾ ആരും വന്നില്ല. എബ്രഹാം തന്നെയാണ് എല്ലാരും അടിച്ചിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നത്. അതായത് അവൻ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആളാണെന്ന് ഇൻസ്പെക്ടർക്ക് മനസ്സിലാവുന്നുണ്ട്. എബ്രഹാം ഹോസ്പിറ്റലിൽ വന്ന ഒരാളെയും വെടിവെച്ചിട്ട് അയാളുടെ വണ്ടി എടുത്തിട്ടാണ് ഇപ്പോ കൃപാകരന്റെ അടുത്ത് വന്നിരിക്കുന്നത്. ഇപ്പോ എബ്രഹാമിനെ അന്വേഷിച്ച് പോലീസ് എല്ലാം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിയ കൃപാകരൻ എബ്രഹാമിനെ തന്റെ അടുത്ത് സേഫ് ആയിട്ട് നിർത്തിയേക്കാണ്. വരുണിനോട് ഒരു പ്രൈവറ്റ് ജെറ്റ് ദുബായിലേക്ക് റെഡിയാക്കാനായിട്ട് എബ്രഹാം പറയുന്നുണ്ട്. വരുൺ അതിന് സമ്മതിക്കുന്നുണ്ട്. ഇപ്പൊ ഹീറോയിൻ തന്റെ മകളായിട്ടുള്ള നിലയുടെ കാല് തിരുമ്പി കൊടുത്തോണ്ട് അവളൊന്ന് ഉപദേശിക്കുകയാണ്. മോൾ അമ്മക്ക് വേണ്ടിയെങ്കിലും ഇനി അടിയും വീഡിയോ ഒക്കെ ഒന്ന് നിർത്ത്, പറഞ്ഞാൽ മനസ്സിലാവാത്ത ആൾക്കാരൊന്നും ഇല്ലല്ലോ, നമുക്ക് മാക്സിമം പറഞ്ഞു നോക്കാം, നീ അമ്മക്ക് വേണ്ടി ഇനി ഒരിക്കലും അടിക്കാൻ നിൽക്കരുത് എന്ന് പറയുന്നുണ്ട്. അമ്മക്കും അവൾ ഇനി മുതൽ ഫൈറ്റിനൊന്നും പോകില്ലാന്ന് വാക്ക് കൊടുക്കാണ്. എബ്രഹാമിന്റെ കാലിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അത് വല്ലാണ്ട് കെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമാവുന്ന് അവനക്ക് അറിയാമായിരുന്നു. അവനൊരു ഡോക്ടറെ വിളിച്ച് മരുന്ന് എഴുതി വാങ്ങിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു മരുന്ന് ആ ഒരു ഗണ്ണിന്റെ ആ ഒരു ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കുന്നോണ്ട് തന്നെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ചെന്നാൽ കിട്ടില്ല എന്നെല്ലാം ഡോക്ടർ പറയുന്നുണ്ട്. ഇപ്പൊ ടോബി എന്ന് പറഞ്ഞ ആ ഒരു ഭാര്യയെ തല്ലിയ ഗുണ്ടുണ്ടല്ലോ, അവനാന്ന് വെച്ചാല് കൃപാകരന്റെ ആ ഒരു ഗ്യാങ്ങിൽ ചേരാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഡ്യൂട്ടി അവനെയാണ് ഏൽപ്പിക്കുന്നത്. കാരണം കൃപാകരന്റെ ഗ്യാങ്ങിൽപ്പെട്ട ആൾക്കാരല്ലാത്ത രീതിയിൽ വേണം അവിടെ പോകാനായിട്ട്. ഇപ്പൊ ടോബി പുതിയ ആളായതുകൊണ്ട് തന്നെ അവന് പറഞ്ഞേക്കാമെന്ന് അവര് തീരുമാനിക്കുകയാണ്. ടോബിക്കെതിരെ സാക്ഷി പറഞ്ഞ ഒരാളെ അവൻ കൊന്നു കളഞ്ഞിട്ട് വരെയുണ്ട്. അതിന്റെ ആ ഒരു ധൈര്യത്തിലാണ് അവനെ തന്നെ പറഞ്ഞയച്ചത്. ഈ സമയത്ത് നമ്മുടെ ഹീറോന്റെ വീട്ടില് ഹീറോ മെഡിക്കൽ ഷോപ്പിലായിരുന്നു. അവനക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് വീട്ടിലേക്ക് വരണം. അതിന് ഭാര്യ പോകാനായിട്ട് നിൽക്കാണ്. അച്ഛൻ വരുമ്പോ ഫുഡ് അച്ഛൻ എടുത്തു കൊടുക്കാനായിട്ട് നിലയോട് അമ്മ പറയുന്നുണ്ട്. പക്ഷെ നില ഗെയിമിൽ തോറ്റോണ്ട് തന്നെ അമ്മയോട് പോകണ്ട, ഞാൻ പൊക്കോളാന്ന് പറഞ്ഞിട്ട് നിലയാണ് അന്ന് മെഡിക്കൽ ഷോപ്പിലേക്ക് പോകുന്നത്. ഈ സമയത്ത് തന്നെയാണ് ടോബിയും ആ ഒരു മരുന്ന് വാങ്ങാനായിട്ട് വരുന്നതും. മെഡിക്കൽ ഷോപ്പിൽ നില എത്തിയതും അവളുടെ അച്ഛൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇപ്പൊ ടോബി അവിടെ ചെന്ന് നിർത്തുമ്പോൾ 2 മെഡിക്കൽ ഷോപ്പ് അവൻ നോട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഒരെണ്ണത്തിൽ ആണായിരുന്നു, ഇവിടെ പെണ്ണാണ്, നിലയാണ്. അതുകൊണ്ട് അവള് വേഗം തന്നെ എടുത്തു തരുമെന്ന് വിചാരിച്ച അവനും നില ഉള്ള ആ ഒരു മെഡിക്കൽ ഷോപ്പിലേക്കാണ് പോകുന്നത്. ആ ഒരു മരുന്ന് ചോദിക്കുമ്പോൾ അവള് പ്രിസ്ക്രിപ്ഷൻ ചോദിക്കുകയാണ്. അവന് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാന്ന് പറഞ്ഞ ആ ഒരു കത്തി കാണിച്ച് അവളെ ഭയപ്പെടുത്തുന്നുണ്ട്. ഇപ്പൊ അവളെ കറക്റ്റ് ആയിട്ട് അമ്മ വിളിക്കുകയാണ്. അവൾ അവനെ തല്ലാന്ന് കരുതിയതായിരുന്നു. അമ്മ വിളിച്ചോണ്ട് തന്നെ അമ്മക്ക് വാക്ക് കൊടുത്ത് തല്ലേന്ന് കരുതി അവൾ തല്ലുണ്ടാക്കാതെ ആ ഒരു മരുന്ന് കൊടുക്കുന്നുണ്ട്. അവൻ അങ്ങനെ അവിടെ നിന്ന് പോകുന്നുണ്ടെങ്കിലും തന്റെ ഭാര്യ പറയുന്നത് അവനക്ക് ഓർമ്മ വരാൻ, പൈസ ഇല്ലാതെ ഒരു വിലയും തന്റെ ഭാര്യ തനിക്ക് തരില്ല എന്ന് മനസ്സിലാക്കിയ ടോബി തിരിച്ചു വന്ന് നിലയുടെ കഴുത്തിലുള്ള മാല ഊരാനായിട്ട് പറയുന്നുണ്ട്. അവൾ ഊരില്ലാന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അവിടെ വലിയ ഫൈറ്റ് ആവുന്നുണ്ട്. നില അവൻ എടുത്തിട്ട് അടിക്കുകയാണ്. ഇപ്പൊ നാട്ടുകാരെല്ലാവരും കൂടി ടോബിയെ പിടിച്ചു വെച്ച് പോലീസിനെ അറിയിക്കുന്നുണ്ട്. പോലീസുകാരെ അവനെ വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. കേസ് എഴുതാനായിട്ട് അച്ഛനെ കൂട്ടിക്കൊണ്ട് നിലയോട് സ്റ്റേഷനിലേക്ക് വരാനും പോലീസുകാർ പറയുന്നുണ്ട്. കൃപാകരന്റെ ആൾക്കാര് ഇത്ര നേരമായിട്ടും ടോബി വരാത്തോണ്ട് തന്നെ വലിയ ടെൻഷനിലായിരുന്നു. അവനെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. ടോബി ഒരു പോലീസുകാരന്റെ ഫോൺ മോഷ്ടിച്ചതിന് ശേഷം ബാത്റൂമിലേക്ക് പോയി കൃപാകരനെ വിളിച്ച് കാര്യം അറിയിക്കുന്നുണ്ട്. പക്ഷെ അവൻ പറയുന്നില്ല ആ ഒരു പെണ്ണ് തന്നെ അടിച്ചു എന്ന്. അവളോട് മാല ചോദിച്ചപ്പോ അവൾ ഒച്ചുണ്ടാക്കി. അപ്പൊ ആൾക്കാർ കൂടിയിട്ട് എന്നെ പോലീസിനെ പിടിച്ച് ഏൽപ്പിച്ചു എന്ന് മാത്രമേ അവൻ പറയുന്നുള്ളൂ, അവന്റെ വില പോകണ്ടെന്ന് കരുതിയിട്ട്. എബ്രഹാം പറയുന്നുണ്ട് ടോബിയെ പോലീസുകാരൊന്ന് പിടിച്ച് കൊടഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ നിന്റെ പേര് പറയും. ഈ ഒരു മരുന്ന് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് അവർ അന്വേഷിക്കും. അങ്ങനെ എന്നിലേക്ക്
വീട്ടിലേക്ക് തന്നെ എത്തും. ഞാൻ നാളെ തന്നെ പ്രൈവറ്റ് ജെറ്റ് വിളിച്ച് ഇവിടെ നിന്ന് രക്ഷപ്പെടും, നീയാണ് കുടുങ്ങാൻ പോകുന്നത്, അതുകൊണ്ട് ടോബിയെ കൊന്നാലോ എന്ന് ചോദിക്കാണ്. എന്നാൽ പോലീസ് സ്റ്റേഷനിൽ കയറി ഇനി പണിയാനായിട്ട് പറ്റൂല, അതുകൊണ്ട് പരാതി കൊടുക്കാൻ പോകുന്ന ആ ഒരു പെൺകുട്ടിയെ തന്നെ തീർത്ത് കളഞ്ഞോളാൻ എബ്രഹാം പറയുന്നുണ്ട്. അവരെ കുറിച്ച് അന്വേഷിക്കാനായി എലി എന്ന് പറഞ്ഞ ഒരാളെയാണ് ഏൽപ്പിക്കുന്നത്. എലിയും അവരെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. ആ അന്വേഷിച്ച ആളെ എലിയോട് കരാട്ടെ മാസ്റ്റർ ആണെന്ന് പറഞ്ഞത് എലി കേൾക്കുന്നത് ഹെഡ് മാസ്റ്റർ ആണെന്നാണ്. വലിയ പ്രശ്നമുള്ള ഫാമിലി ഒന്നും അല്ല, അവര് നല്ല ഡീസന്റ് ഫാമിലിയാണ്, അച്ഛനൊരു ഹെഡ് മാസ്റ്റർ ആണ് എന്നാണ് കൃപാകരനോട് ആ എലി പറയുന്നത്. അതുകൊണ്ട് തന്നെ കൃപാകരന്റെ അനിയനായിട്ടുള്ള ശിവ 5 ആൾക്കാരെ മാത്രം കൂട്ടിക്കൊണ്ടാണ് ഇപ്പോ നിലയെ കൊല്ലാനായിട്ട് അവരുടെ വീട്ടിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുന്നത്. നില അവളുടെ അച്ഛനെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അമ്മ വലിയ പ്രശ്നം ഉണ്ടാക്കാണ്, ആ കേസ് വാപ്പസ് വാങ്ങാനായിട്ട് പറയുന്നുമുണ്ട്. മോളുടെ കല്യാണം നടക്കൂല, അവളുടെ ഭാവി എന്താവും, കേസിന്റെ പിന്നാലെ ഒന്നും നടക്കാൻ പറ്റില്ല എന്നാണ് ആ ഒരു അമ്മ പറയുന്നത്. നിലയെ കൊല്ലാനായിട്ട് ആ 5 ആൾക്കാരും വീട്ടിൽ വന്ന് ഒളിച്ചു നിൽക്കുന്നുണ്ട്. നിലയോടാണോ കളി, അവൾ എടുത്തിട്ട് അടിക്കാണ്. കൂടെ വന്ന അച്ഛനും അടിക്കുന്നുണ്ട്. അമ്മയുടെ നേരെ തിരിഞ്ഞപ്പോ അമ്മയെ അവരടിക്കുന്നുണ്ട്. കൂട്ടത്തിൽ 2 പേര് മരിച്ചു പോവാണ്. ഇത് പോലീസിൽ വിവരം അറിയിക്കാന്ന് വിചാരിച്ചാല് അത് വലിയ പ്രശ്നമാവും. അതുകൊണ്ട് ആരും അറിയാതെ ഈ 3 ബോഡി കുഴിച്ചു മൂടാമെന്ന് പറയുന്നുണ്ട്. പക്ഷെ 3 ബോഡി അല്ല, ബാക്കി 2 പേര് അവിടെ ഒളിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. നില അത് മനസ്സിലാക്കിയിട്ടുണ്ട്. ബാക്കി 2 പേരെ എന്ത് ചെയ്യുമെന്ന് ചോദിക്കാണ്. അപ്പൊ അവര് 2 പേരെ ഇറങ്ങി വരുന്നുണ്ട്. അവരെ അടിച്ച് പഞ്ചറാക്കുന്നുണ്ട്. ഫൈറ്റ് ഒന്നും പുറത്ത് കേൾക്കാതിരിക്കാൻ വേണ്ടി ടിവിയുടെ വോളിയം ഹൈ ആക്കിയിട്ടാണ് അവര് വെച്ചിരിക്കുന്നത്. 5 പേരെയും കൊന്നതിന് ശേഷം ഒരു കുഴിയിൽ വലിച്ചവരെ കൊണ്ടുപോയി ഇട്ട് മൂടുന്നുണ്ട്. വരുൺ ആ ഒരു കോൺട്രാക്ട് അവനക്ക് കിട്ടുന്നുള്ള ആ ഒരു വിശ്വാസത്തില് അന്ന് രാത്രി ഒരു പാർട്ടി അറേഞ്ച് ചെയ്യുന്നുണ്ട്. ശിവയും ഗാങ്ങും അവിടെ പോയിട്ടും അവൻ അവിടെ എത്തിയിട്ടില്ല എന്നുള്ള കാര്യം കൃപാകരൻ അറിയുന്നുണ്ട്. പിന്നെ അവരെവിടേക്കാണ് പോയിരിക്കുന്നത്? ഡിവൈഎസ്പി ആളെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അബ്രഹാമിന്റെ ഫോട്ടോ അയച്ചത് കണ്ടിട്ട് ആകെ ഷോക്കായി നിൽക്കാണ്. വരുൺ ഇപ്പൊ അവന്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു തൊഴിലാളി അവന്റെ ഓപ്പോസിറ്റ് ഉള്ള ആളോട് ഈ കോൺട്രാക്ടിനെ കുറിച്ചൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ ഓപ്പോസിറ്റ് ഉള്ള ആളെയും കൊന്നു കളയുന്നുണ്ട്, ആ തൊഴിലാളിയെയും കൊന്നു കളയുന്നുണ്ട്. കൃപാകരൻ എലിയെ വിളിച്ചിട്ട് നമ്മുടെ ആൾക്കാർ അവിടെ പോയിട്ടുണ്ട്, അവർക്ക് എന്ത് പറ്റിയെന്നൊന്ന് അന്വേഷിക്കാനായിട്ട് പറയാണ്. വരുന്ന വഴിക്ക് അവരുടെ വണ്ടി പഞ്ചർ ആയിട്ടുണ്ട്, അതുകൊണ്ട് അവര് നടന്നാണ് നിലയുടെ വീട്ടിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെ എലി വിചാരിക്കുകയാണ് ആ ഒരു വീട്ടിൽ അവൻ എത്തിയിട്ടില്ലാന്ന്. ഈ സമയത്ത് തന്നെ നിലയും അച്ഛനും കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് കംപ്ലൈന്റ് ഒന്നും ഇല്ലാന്ന് എഴുതി കൊടുക്കാൻ വേണ്ടി പോകാണ്. എലി അവിടേക്ക് വന്ന് നോക്കുമ്പോൾ സീരിയൽ കാണുന്ന ടിവിയുടെ ഒച്ച അവൻ കേൾക്കുന്നുണ്ട്. നമ്മുടെ ആൾക്കാർ അവിടെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ അവര് സീരിയൽ ഒന്നും കണ്ടിരിക്കില്ല, അവരവിടെ എത്തിയിട്ടില്ല എന്ന് എലി തറപ്പിച്ച് പറയുന്നുണ്ട്. അപ്പൊ വഴിക്ക് വെച്ചിട്ട് പോലീസുകാര് ശിവനെയും ഗാങ്ങിനെയും പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ടാകുമെന്ന് കൃപാകരൻ വിചാരിക്കുകയാണ്. മാത്രമല്ല ഒരു കഞ്ചാവ് കേസിന്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ, കഞ്ചാവ് വേണമെന്നൊരു പോലീസുകാരൻ ഒരു ഗുണ്ടനെ വിളിച്ച് പറഞ്ഞിരുന്നില്ലേ, ആ ഗുണ്ട പറഞ്ഞത് ശിവ എന്ന് പറഞ്ഞ ഒരാളെ പോയി കാണാനാണ്. പോലീസുകാരൻ ഇപ്പൊ ശിവയെ പോയി അവന്റെ ഗാങ്ങിൽ അന്വേഷിച്ച കാര്യമൊക്കെ കൃപാകരൻ അറിയുന്നുണ്ട്. അപ്പൊ കൃപാകരൻ ഉറപ്പിക്കുകയാണ് തന്റെ അനിയനെ പോലീസുകാർ തന്നെയാണ് പിടിച്ചിരിക്കുന്നതെന്ന്. ഒരാളെ സ്റ്റേഷനിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. അവിടെ ഒന്ന് ചെക്ക് ചെയ്തതിനു ശേഷം തന്റെ അനിയനും ഗാങ് അവിടെ ഇല്ലാന്ന് അവര് മനസ്സിലാക്കാണ്. അച്ഛനും നിലയും പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കേസ് വാപസ് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇവരുടെ പേരും ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ട് ഇൻസ്പെക്ടർക്ക് അത് കാട്ടിക്കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോകാണ്. ഈ സമയത്ത് കൃപാകരന്റെ കോള് ഇൻസ്പെക്ടർക്ക് വരുന്നുണ്ട്. കൃപാകരൻ കരുതുന്നത് തന്റെ അനിയനെ പിടിച്ചുകൊണ്ട് പോയത് ഇൻസ്പെക്ടർ ആണെന്നാണല്ലോ. അതുകൊണ്ട് തന്നെ ഇൻസ്പെക്ടറുടെ ഫാമിലിയെ അവൻ പിടിച്ചു വെച്ച് മകനെ ഉപദ്രവിക്കുന്ന വീഡിയോ അല്ല ഇൻസ്പെക്ടർക്ക് അയച്ചു കൊടുക്കാണ്. ടോബി എന്ന് പറഞ്ഞ ഒരാളെ നീ അറസ്റ്റ് ചെയ്തിട്ടില്ലേ, അവന്റെ വായിന്ന് എബ്രഹാമിനെ കുറിച്ച് അറിഞ്ഞിട്ട് നീ എന്റെ അനിയനെയും ഗാങ്ങിനെയാണ് ഇപ്പൊ പിടിച്ചു വെച്ചിരിക്കുന്നത്, അവരെ വിട്ടില്ലാന്നുണ്ടെങ്കിൽ നിന്റെ ഫാമിലിയെ കൊന്നു കളയെന്ന് പറയാണ്. ഈ ഇൻസ്പെക്ടർക്കാണെങ്കിൽ ഒന്നും തന്നെ മനസ്സിലാവണേ ഇല്ല, അവനല്ലല്ലോ പിടിച്ചേ. എത്ര പറഞ്ഞിട്ട് അത് കൃപാകരന് മനസ്സിലാവുന്നില്ല. ഇൻസ്പെക്ടർ ഇപ്പോ ടോബി എന്ന് പറഞ്ഞ ആൾ ഇവിടെ ഉണ്ടോന്ന് നോക്കുമ്പോഴാണ് അവന്റെ മുന്നിലിരിക്കുന്ന ആ ഒരു കേസ് ഫയലിൽ ടോബി എന്ന് പറഞ്ഞ പേര് കാണുന്നത്. അവൻ ടോബിയെ പോയി ഒരുപാട് അടിച്ചിട്ട് ആക്ച്വലി അവിടെ എന്താണ് നടന്നതെന്നെല്ലാം ചോദിക്കുകയാണ്. അവനും ഉള്ള സത്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒരു പോലീസുകാരനോട് ഇൻസ്പെക്ടർ തന്റെ ഫാമിലിയെ അവർ പിടിച്ചു വെച്ചേ കാണുന്നു. ഈ ശിവ എന്ന് പറഞ്ഞ ആളെ ആരോ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്, അത് ഞാനാണെന്നാണ് പറയുന്നത്. ശിവനെ വിട്ടില്ലാന്നുണ്ടെങ്കിൽ എന്റെ ഫാമിലിയെ കൊന്നു കളയുന്നാണ് പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അത് കേട്ട് നിലക്കും അവളുടെ അച്ഛനും തങ്ങൾ കാരണം അവർക്കൊരു അപകടം പറ്റിയല്ലോ എന്ന് ഓർത്ത് വിഷമിക്കുകയാണ്. വരുൺ ഇപ്പൊ ആ ഒരു 100 രൂപ നോട്ട് അവന്റെ മാനേജറിൽ കൊടുത്തയക്കാനായിട്ട് പറയാണ്. പ്രൈവറ്റ് ജെറ്റ് അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റിയില്ല. ആക്ച്വലി എന്താ സംഭവം എന്ന് വെച്ചാൽ എബ്രഹാമിന്റെ പേഴ്സ് മാറിപ്പോയിട്ടുണ്ടായിരുന്നു. ശിവ ആണ് ആ ഒരു പേഴ്സ് എടുത്തുകൊണ്ട് പോയിരിക്കുന്നത്. ആ ഒരു പേഴ്സിന്റെ ഉള്ളിലാണ് ഇപ്പൊ ആ ഒരു 100 രൂപയുടെ നോട്ട് ഉള്ളത്. ഈ 100 രൂപ നോട്ട് കിട്ടിയാൽ ഇവനക്ക് ദുബായിലേക്ക് പോയി ആ ഒരു 1000 കോടി ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. വരുണോട് പക്ഷേ ഈ നടന്ന കാര്യങ്ങളൊന്നും പറയാതെ എബ്രഹാം ആളായിക്ക് ഞാൻ 100 രൂപ നോട്ട് കൊടുത്തയക്കാം എന്നാണ് പറയുന്നത്. ഡിവൈഎസ്പി ഇപ്പൊ ഇൻസ്പെക്ടർക്ക് വിളിച്ചിട്ട് എബ്രഹാമിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു കൊടുക്കാണ്. എബ്രഹാമിനെ എൻകൗണ്ടർ ചെയ്ത് കൊല്ലാനുള്ള അനുമതി കിട്ടിയിരിക്കുന്ന ഒരു പ്രതിയാണെന്നും അവൻ എന്തെങ്കിലും ഒരു വലിയ പ്ലാൻ ഇല്ലാതെ പുറത്തിറങ്ങില്ല, അല്ലാത്ത സമയത്ത് അവൻ എവിടെയാണെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ പോലും പറ്റില്ല. അപ്പൊ ഇവൻ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അവനക്ക് എന്തോ ഒരു വലിയ ഉദ്ദേശമുണ്ട് എന്നെല്ലാം പറയുന്നുണ്ട്. മുമ്പ് ഇവനെ കൊല്ലാൻ പോയ 15 പോലീസുകാരെയാണ് ഒറ്റയടിക്ക് ഒറ്റ ആളായി നിന്ന് ഇവൻ കൊന്നു കളഞ്ഞത്. അവനക്കൊരു ഗാങ്ങിന്റെ ആവശ്യമില്ലാന്നും എല്ലാ കാര്യങ്ങളും അവൻ ഒറ്റക്കാണ് ചെയ്യുന്നതെന്നെല്ലാം ഡിവൈഎസ്പി ഇൻസ്പെക്ടറോട് പറയാണ്. കൃപാകരനെ കൊണ്ട് ഒന്നും നടക്കില്ല എന്ന് മനസ്സിലാക്കിയ എബ്രഹാമും അവന്റെ ഗാങ്ങിൽ നിന്ന് ഒറ്റക്ക് ഞാൻ ആ ഒരു 100 രൂപ നോട്ട് എടുത്തിട്ട് വരാമെന്നും പറഞ്ഞ് പോകുന്നുണ്ട്. ഇപ്പൊ നിലയും ഫാമിലിയും എങ്ങനെയെങ്കിലും ആ ഇൻസ്പെക്ടറുടെ ഫാമിലിനെ രക്ഷിക്കണമെന്ന് തീരുമാനിക്കുകയാണ്.
ഇൻസ്പെക്ടറുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പോലീസുകാരനെ പിടിച്ച് അടിച്ച് എബ്രഹാം ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കാണ്. എബ്രഹാമിന് മനസ്സിലാവുന്നത് ആ ഒരു പെൺകുട്ടിയാണ് ടോബിയെ അടിച്ചത്. അവിടെ ഉള്ളവര് ഭയങ്കര ഇടിക്കാരാണെന്നുള്ള വിവരം. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് എബ്രഹാം അവരുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് ഹീറോ അവിടെ ഉണ്ടായിരുന്നില്ല. എബ്രഹാം വന്നത് കണ്ട അമ്മയും മകളും അവനെ അടിക്കാനായിട്ട് തയ്യാറാവാണ്. ടിവിയുടെ വോളിയം ഭയങ്കര ഹൈ ആക്കി വെക്കുന്നുണ്ട്. പക്ഷെ എബ്രഹാമിന്റെ മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ സമയത്ത് ഹീറോക്ക് ഒരു കോള് വരുന്നുണ്ട്. അയൽവക്കത്തുള്ള ഒരാളായിരുന്നു അത്. ടിവിയുടെ വോളിയം ഒന്ന് കുറച്ചു വെക്ക്, എന്തിനാ ഇത്രയും വോളിയം വെച്ചിരിക്കുന്നതെന്ന് അയാൾ വിളിച്ച് ചോദിച്ചപ്പോൾ ഹീറോക്ക് എന്തോ പന്തികേട് തോന്നി വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അപ്പോഴാണ് എബ്രഹാം തന്റെ ഭാര്യയെയും മകളെയും എടുത്തിട്ട് അടിക്കുന്നത് അവൻ കാണുന്നത്. അവനും ആ ഒരു പോരാട്ടത്തിൽ പങ്കുചേരുന്നുണ്ട്. പക്ഷെ അവസാനം അവരെല്ലാവരെയും എബ്രഹാം അടിച്ചിടാണ്. ഹീറോന്റെ ഭാര്യയെ കൊല്ലാനായിട്ട് നോക്കുന്ന സമയത്ത് അവിടെ ഒരു ട്വിസ്റ്റ് ആയിട്ട് ഹീറോന്റെ അനിയൻ ഉണ്ടായിരുന്നല്ലോ, ആ ഒരു നിഷ്കു, അവൻ അവിടേക്ക് വരുന്നുണ്ട്. അവനും ശരിക്കും കരാട്ടക്കാരൻ തന്നെ ആയിരുന്നു. അവൻ ആ ഒരു എബ്രഹാമിനെ അടിച്ചിടുന്നുണ്ട്. ഇപ്പോഴാണ് എലിക്ക് നിലയുടെ വീടിനെ കുറിച്ച് ഇൻഫോർമേഷൻ പറഞ്ഞ ആള് എടുത്തു വന്നിട്ട് കരാട്ടെ മാസ്റ്റർ ആണ്, അല്ലാതെ ഹെഡ് മാസ്റ്റർ അല്ല എന്നുള്ള വിവരം പറയുന്നത്. ഇത് കൃപാകരനെ വിളിച്ച് എലിയും പറയുന്നുണ്ട്. എബ്രാഹിമിനെ അടിച്ചു കെട്ടിയിട്ടതിന് ശേഷം നിലയും ഹീറോയും കൂടി ഇൻസ്പെക്ടറുടെ ഫാമിലിയെ രക്ഷിക്കാനായി കൃപാകരന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. വിവരങ്ങളൊക്കെ എബ്രാഹിമിന്റെ അടുത്ത് നിന്നാണ് അവർക്ക് ലഭിച്ചത്. ഇപ്പൊ അവിടെയുള്ള എല്ലാവരെയും ഇവര് രണ്ടുപേരും കൂടി അടിച്ചിട്ട് ഇൻസ്പെക്ടറുടെ ഫാമിലി എവിടെയാണെന്ന് കണ്ടുപിടിക്കുന്നുണ്ട്. ഹീറോയോട് കൃപാകരൻ നടന്ന കാര്യങ്ങളൊക്കെ പറയാണ്. ഇതുപോലെ 1000 കോടിയുടെ ഡീലാണ് ഇതെന്നും അവിടെ ഒരു മൈനിങ് നടത്താൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾ ഇനി ഞങ്ങൾ തുരത്തില്ല, ആ ഒരു 100 രൂപ നോട്ട് മാത്രം തന്നാ മതി എന്നെല്ലാം പറയുന്നുണ്ട്. ഇവര് പറഞ്ഞതെല്ലാം സത്യമാണോ എന്ന് നോക്കാൻ വേണ്ടി ഹീറോന്റെ അനിയൻ ആ ഒരു കുഴി കുഴിച്ച് അതിൽ നിന്ന് പേഴ്സ് എടുത്ത് 100 രൂപ നോട്ട് എടുത്ത് വെക്കുന്നുണ്ട്. അവര് പറഞ്ഞതെല്ലാം ശരിയാണെന്ന് മനസ്സിലാവാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നിലയോട് അച്ഛൻ ചോദിക്കുമ്പോ ആ ഒരു ഗ്രാമത്തിലുള്ള എല്ലാവരും ഉരുൾപൊട്ടൽ വന്ന് മരിച്ചു പോകും, ഇത്രയും പേരെ നമുക്ക് കൊലക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, അവർക്ക് വേണ്ടി നമ്മൾ പോരാടണം, ഇങ്ങനെ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. കൃപാകരൻ വേണ്ട, അത് ചെയ്യരുതെന്ന് ഒച്ച എടുത്തോണ്ടിരിക്കുകയാണ്. വരുൺ ഇപ്പോ അവൻക്ക് അത്രയും കോടിയുടെ ബിസിനസ് കിട്ടിയ ട്രീറ്റ് ഒക്കെ ചെയ്തോണ്ടിരിക്കുകയാണ്. നില ഇൻസ്പെക്ടറുടെ ഫാമിലിക്ക് ഒരു ഫോൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പോലീസുകാർ അവിടെ എത്തി അവരെ രക്ഷിക്കുന്നുണ്ട്. ഇപ്പൊ അവിടെ മരിച്ചു കിടക്കുന്ന ആൾക്കാരുടെ ന്യൂസ് എല്ലാം വരും കണ്ട് ആകെ പേടിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്ന് അവനക്ക് മനസ്സിലാവുന്നില്ല. ടിവിയിൽ ഈ ഒരു ന്യൂസും വരുണിന്റെ പേരൊക്കെ വന്നതുകൊണ്ട് തന്നെ മിനിസ്റ്റർക്കും പേടിയായിട്ട് ഈ ഡീലിന് ഓക്കെ അല്ലാന്ന് വിളിച്ചു പറയാണ്. വരുൺ എല്ലാ പ്രശ്നങ്ങളും വേഗം തന്നെ തീർക്കാമെന്ന് മിനിസ്റ്റർക്ക് വാക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ കൃപാകരന്റെ ഗാങ്ങിനെയും എല്ലാവരെയും കൊന്നതാരാണെന്ന് പോലീസുകാർക്ക് കണ്ടുപിടിക്കും. അതിനടുത്തുള്ള CCTV ഫോട്ടോസ് ഒക്കെ കളക്ട് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. പക്ഷെ അതിനു മുന്നേ തന്നെ വരുണിന്റെ ഗ്യാങ് വന്ന് അത് കളക്ട് ചെയ്ത് പോകുന്നുണ്ട്. അവർ ആ ഒരു CCTV ഫോട്ടേജ് നോക്കി ആ ഒരു ഭാഗത്തേക്ക് ആരെല്ലാം സമയത്ത് പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതിലൊരു അച്ഛനും മകളും, അതായത് നില അവളുടെ അച്ഛനും പോകുന്നത് കണ്ട് അവരെ സംശയിക്കേണ്ട, അവരൊന്നും ആയിരിക്കില്ല എന്നാണ് പറയുന്നത്. ഇപ്പൊ വരുണിന്റെ ആൾക്കാരാണ് CCTV ഫോട്ടേജ് ഒക്കെ കൊണ്ടുപോയിരിക്കുന്നതെന്ന് പോലീസുകാർക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കൃപാകരന്റെ ആൾക്കാരെല്ലാം കൊന്നിരിക്കുന്നത് വരുണാണെന്ന് പോലീസുകാർ വിചാരിക്കുകയാണ്. ഇപ്പൊ ആ വഴി പോയ ആൾക്കാരെ എല്ലാവരെയും വരുൺ പിടിച്ചു കൊണ്ടുവന്ന് നിങ്ങളാണോ അത് ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ അതിലൊരാള് പോലീസിനെ കണ്ട് പേടിച്ച് ഒളിക്കാനായിട്ട് കേറിയത് കൃപാകരന്റെ ആ ഒരു ഗാങ്ങിനെ നിലയും അവളുടെ അച്ഛനും കൂടി അടിച്ചിരുന്ന ആ ഒരു സ്ഥലത്തേക്കായിരുന്നു. അതിലൊരാൾ അത് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടിവിയിലുള്ള നിലയെയും അവളുടെ അച്ഛനെയും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അവരാണ് ഇത് ചെയ്തതെന്നും പറയുന്നുണ്ട്. ഇപ്പൊ പിടിച്ചു കൊണ്ടുവന്ന ആൾക്കാരെ എല്ലാം അവൻ കൊന്നു കളയാണ്. എബ്രഹാമിന് ആ ഒരു കുഴി തന്നെ നില അവളുടെ അച്ഛനും എല്ലാവരും കൂടി കുഴിച്ചു മൂടാണ്. വരുണ്ട ആൾക്കാര് അവരെ തല്ലാനായി അവരുടെ വീട്ടിലേക്ക് ഒരുപാട് ആൾക്കാരെ പറഞ്ഞയക്കുന്നുണ്ട്. ആ സമയത്ത് നില അവളുടെ അച്ഛനും വരുണിനെ തീർക്കാൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് വന്നേക്കാണ്. വീട്ടില് അനിയനും ഭാര്യയും കൂടി അവരെല്ലാവരെയും തല്ലി ഒതുക്കുന്നുണ്ട്. ഇവിടെ വരുണിനെ തന്റെ മകളും അച്ഛനും കൂടി തല്ലി ഒതുക്കാണ്. ഇവരിതിനു മുന്നേ തന്നെ ആ ഒരു 100 രൂപ നോട്ട് കത്തിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ ഒരു 1000 കോടിയുടെ ഡീല് ഇനി നടക്കാനായിട്ട് പോകുന്നില്ല. അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആവാണ്. ഈ കേസ് മുഴുവൻ വരുണിന്റെ തലയിലേക്ക് വരാണ്. വരുണെ കൊന്നത് എബ്രഹാമിന്റെ തലക്കും വരുന്നുണ്ട്. ഈ ഫാമിലി നൈസായിട്ട് എസ്കേപ്പ് ആവാണ്. അവര് സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി പിന്നെ ജീവിക്കാണ്. ഈ ഒരു മൂവി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടോന്ന് എന്തായാലും ഒന്ന് കമന്റ് ചെയ്തേക്കേ.